അപ്പൊ ഇ പി ജയരാജനും എം വി ഗോവിന്ദനും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ ഇ പി ഗോവിന്ദനെ എന്തിനാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? ഇ പി ജയരാജനെ എന്തുകൊണ്ടാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? തെരഞ്ഞെടുപ്പിന് തലേ ദിവസം അദ്ദേഹം BJPയുടെ പ്രഭാരിയുമായി ചായ കുടിച്ച വാർത്ത പുറത്തു വന്നതാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഇപ്പോൾ ഇത് പറഞ്ഞ് എം വി ഗോവിന്ദൻ ഇത് പറഞ്ഞതോടുകൂടി അവർ തമ്മിൽ രണ്ടുപേരും ചെയ്ത ഒരേ തെറ്റല്ലേ? അപ്പൊ ഇപ്പൊ അറിയേണ്ടത് എം വി ഗോവിന്ദന്റെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത്. ഏതായാലും എം വി ഗോവിന്ദൻ പറഞ്ഞത് സത്യമാണ്. കേരളത്തിലെ BJPയുമായും എന്നും CPMന് ഒരു സഖ്യമുള്ളതാണ്. എല്ലാ കാലത്തും കേരളത്തിലെ CPM ഏതാണ്ട് BJPയുടെ ഒരു ബി ടീം തന്നെയായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കാറുള്ളത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ ഞാനിത് ആവർത്തിച്ച് പറയുന്നു, ഇതുവരെ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. UDFന് കിട്ടിയത് 40% വോട്ട്, LDFന് കിട്ടിയത് 44% വോട്ട്. അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 14% ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് 10 കുറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ തുടർഭരണം ഉണ്ടായത് തന്നെ BJPയുടെ വോട്ട് CPMന് പോയത് കൊണ്ട് തന്നെയാണ്. ഇവർ തമ്മിലുള്ളൊരു അന്തർധാര കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ചു പുലർത്തിക്കൊണ്ട് CPM ജയിച്ചാലും വേണ്ടില്ല, കോൺഗ്രസ് ജയിക്കരുതെന്ന BJPയുടെ ആഗ്രഹം ആണ് ഇവരെ ചേർത്ത് നിർത്തുന്ന ഒരു ഘടകം. കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണമെന്ന് മോഡി ആഗ്രഹിക്കുമ്പോൾ കോൺഗ്രസിനെ തകർക്കാൻ CPM വോട്ട് ചെയ്യുക എന്നുള്ള നയം BJP സ്വീകരിക്കുന്നു. സന്തോഷത്തോടെ CPM BJPയുടെ വോട്ട് സ്വാഗതം ചെയ്ത് അവരുടെ പെട്ടിയിലാക്കുന്നു. ഇതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഇവർ തമ്മിലുള്ള അന്തർധാര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ കാലമായി തുടങ്ങിയിട്ടുള്ളതാണ്. എം വി ഗോവിന്ദൻ ആ സത്യം തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇ പി ജയരാജനും അത് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റിയത് പോലെ CPM സംസ്ഥാന സെക്രട്ടറിയെയും ഇനി മാറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം. സത്യം പറഞ്ഞതിന്റെ പേരിൽ ഇ പി ജയരാജനെ എന്തിനാ മാറ്റിയത്? ഇ പി ജയരാജൻ പറഞ്ഞ LDF കൺവീനർ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞത് CPMഉം BJPയുമായിട്ടുള്ള ധാരണയും ഓരോ സ്ഥാനാർത്ഥിയെ കൊള്ളാമെന്നും നല്ലതാണെന്നും ഒക്കെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞതിന്റെ പേരിലല്ലേ അദ്ദേഹം മാറ്റിയത്. അതിന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പറഞ്ഞെന്നല്ലേ? അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ CPM BJPയുമായി കൈകോർത്ത് തന്നെയാണ് വർഷങ്ങളായി ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് ആ കാര്യം പുറത്തു വന്നു. പിന്നെ ഇന്നലെ മുഖ്യമന്ത്രി എല്ലാം വളച്ചൊടിക്കുകയായിരുന്നു ചെയ്തത്. മുഖ്യമന്ത്രി വളച്ചൊടിക്കുകയാണ് ചെയ്തത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി BJPയുമായി, അന്ന് BJP അല്ല, അന്ന് ജനതാ പാർട്ടി ജനസംഘത്തിന് ശേഷം വന്ന BJPയുടെ രൂപമായിരുന്നു ജനതാ പാർട്ടി. അവരെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു. RSSന്റെ മുഖ്യ പ്രചാരകരായിരുന്നു അവർ. അവരെല്ലാം കൂടി ചേർന്നാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. കൂത്തുപറമ്പിൽ 5000 വോട്ടിന് അന്ന് പിണറായി വിജയൻ ജയിച്ചത് BJPയുടെ അന്നത്തെ RSSന്റെ വോട്ട് കൊണ്ടല്ലേ? ഉദുമയിൽ അന്ന് മാരാർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയത് EMS അല്ലേ? ഈ ചരിത്ര വസ്തുതകളൊന്നും മറച്ചുവെക്കാൻ ആർക്കും കഴിയില്ല. ഇന്നലെ മുഖ്യമന്ത്രി വളരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിലാണ് ഈ വസ്തുതകൾ വളച്ചൊടിച്ചത്. ഇന്നലെ ഈ SUCAയുടെ ഒരു പരിപാടിയിൽ പ്രതിപക്ഷ നേതാവും BJP നേതാവും VV രാജേഷും ഒരുമിച്ചാണ് ഈ സമരം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആശാവർക്കർമാരുടെ സമരത്തിൽ എല്ലാവരും പോകും. സച്ചിദാനന്ദൻ പോയില്ലേ? എല്ലാവരും പോകുന്നില്ലേ? റോസ്മേരി പോകുന്നില്ലേ? അത് വേറൊരു കാര്യമാണ്. അത് തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടൊന്നും അല്ലല്ലോ. അതിനകത്ത് എല്ലാവരും പോകും. സമാന ചിന്താഗതിക്കാരായ ആളുകളൊക്കെ ആശാവർക്കർമാരുടെ സമരത്തിൽ പോകാറുണ്ട്. അല്ല, അത് ഇതുമായിട്ട് ബന്ധമില്ല. ബന്ധമൊന്നുമില്ല. ആശാവർക്കർമാർ ന്യായമായൊരു സമരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും നേതാക്കളും അവിടെ പോകാറുണ്ട്. അത് കൂട്ടുകെട്ടായിട്ട് കണക്കാക്കാൻ കഴിയുമോ? അതൊന്നും കഴിയില്ല. തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന കൂട്ടുകെട്ടാണ് രാഷ്ട്രീയ ബന്ധം. ആ RSSുമായും ഇന്നത്തെ പഴയ ജനസംഘക്കാരുമായും രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കിയ പാർട്ടി CPM ആണ്. ഇന്ത്യയിൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ RSSുമായി ഒരിക്കലും
കൂട്ടുകൂടാത്തത്. RSSനെ നിരോധിച്ചിട്ടുള്ളതും കോൺഗ്രസ് പാർട്ടി തന്നെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞ വസ്തുത അത് ജനങ്ങളിൽ വലിയ തോതിൽ വലിയ പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ലളിത ചൌധരിയുടെ പുസ്തകം വായിച്ചിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. അങ്ങനെ രാജ്യത്ത് ആരെല്ലാം പുസ്തകം എഴുതും? അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, സുന്ദരയ്യയുടെ കത്ത് അദ്ദേഹത്തിന് കാണാൻ കഴിയുമോ? എന്തിനാണ് P. സുന്ദരയ്യ എന്ന് പറയുന്ന CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി എന്തിന് രാജിവെച്ചു? അത് ആദ്യം പറയട്ടെ. അത് പൊതുസമൂഹത്തിൽ ഇന്നും ആ കത്ത് നമുക്ക് കിട്ടും. അതാദ്യം പറയേണ്ടത്. പുസ്തകം ആളുകൾ ധാരാളം എഴുതും. ഓരോ വ്യക്തിക്കും അവരുടെ വീക്ഷണങ്ങൾക്കനുസരിച്ച് പുസ്തകം എഴുതാറുണ്ട്. ആ പുസ്തകം ആധികാരിക രേഖയല്ല. മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത്, സുന്ദരയ്യയുടെ കത്ത് അദ്ദേഹം വായിച്ചിട്ട് പറയട്ടെ. എന്തിനാണ് P. സുന്ദരയ്യ എന്ന ആന്ധ്രാപ്രദേശിൽ നിന്നുണ്ടായിരുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ സെക്രട്ടറിയുമായ അദ്ദേഹം എന്തിന് രാജിവെച്ചു? അതിന് മറുപടി പറയട്ടെ. ആ മറുപടി പറയുന്നില്ലല്ലോ അദ്ദേഹം. പക്ഷെ അത് പറയുമ്പോൾ തന്നെ കേരളത്തിൽ RSSനെ കോൺഗ്രസ് സഹായിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞത് K. സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളായി. RSS ശാഖയ്ക്ക് താൻ കാവൽ നിന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ സുധാകരനാണ്. അത് സുധാകരൻ അതിന് ശരിയായ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത്? ഞാൻ ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ CPM കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസിനെ മുഖ്യശത്രുവായി കണ്ടുകൊണ്ട് BJPയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ RSS നേതാക്കന്മാരുമായി രഹസ്യ ചർച്ച നടത്തിയത്? അന്ന് പത്രപ്രവർത്തകർ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ കടക്ക് പുറത്തെന്ന് പറഞ്ഞ ആരായിരുന്നു? ഈ മുഖ്യമന്ത്രിയല്ലേ. RSS നേതാക്കന്മാരുമായി രഹസ്യമായി ചർച്ച നടത്തി എന്നിട്ട് പല കാര്യങ്ങളിലും ഒത്തുതീർപ്പെത്തിച്ചത് ഈ മുഖ്യമന്ത്രിയല്ലേ. അതാണ് നമുക്ക് കാണേണ്ട കാര്യം. അന്ന് മാധ്യമപ്രവർത്തകരെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ? ഇതൊക്കെ ഈ കേരളത്തിലല്ലേ നടന്നത്.